പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറന്റ് സിറ്റുവേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ കേരളയാണ്. അപ്പോൾ ഭാവിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ കുട്ടികളും ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണുക. ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗിന്റെ അവസ്ഥ എന്താണ്, നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു വിദ്യാർത്ഥിയും എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ കറന്റ് സിറ്റുവേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സസ് ഇൻ കേരള, എന്താണ് സ്റ്റുഡൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് നേരിടുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ആഫ്റ്റർ പ്ലസ് ടു മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, എഞ്ചിനീയറിംഗ് കോഴ്സുകളെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഏകദേശം 140-ലധികം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഈ 140-ലധികം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയാൻ പറ്റുന്നത് ഒരു 10 to 20 എഞ്ചിനീയറിംഗ് കോളേജുകൾ മാത്രമേ ഉള്ളൂ. ബാലൻസ് വരുന്നതൊക്കെ ഒരു നോർമൽ ലെവൽ ഓഫ് എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ നോർമൽ ലെവൽ ഓഫ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം ജോലി നോക്കുന്ന സമയത്ത് വരുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നല്ല എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ കുറവാണ്. നല്ലതല്ലാത്ത കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ ജോലിക്ക് പോകുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ട്, അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ജോലിക്ക് പോകുന്ന സമയത്ത് നല്ല സ്കില്ലായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഇവർക്ക് ജോബ് പെട്ടെന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലത്തെ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജുകളിലുള്ള സീറ്റിന്റെ വാക്കന്റ്, ഇപ്പോൾ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും സീറ്റുകൾ ഫില്ലാവുന്നില്ല. ഇവർ ഫ്രീ ആയിട്ടാണ് പല പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും സീറ്റുകൾ ഫില്ലാക്കാൻ നോക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ലോക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് സീറ്റ് ഫില്ലാവാത്ത, എന്നാൽ വേണ്ടത്ര ഫാക്കൽറ്റീസ് ഇല്ലാത്ത, വേണ്ടത്ര ഫെസിലിറ്റീസ് ഇല്ലാത്ത, ഒരു NBA അല്ലെങ്കിൽ NIRF അല്ലെങ്കിൽ നാക്കിൻ്റെ ഒന്നും റെക്കഗ്നൈസേഷൻ ഇല്ലാത്ത കോളേജുകളിലൊന്നും മാക്സിമം നിങ്ങൾ കയറാതിരിക്കുക. പ്രോപ്പറായിട്ട് നാക്ക് A+ ഗ്രേഡോ A++ ഗ്രേഡോ അല്ലെങ്കിൽ നാക്കിൻ്റെ A ഗ്രേഡോ ഉള്ള കോളേജിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ NBA നാഷണൽ ബോർഡ് ഓഫ് അക്രിഡേഷൻ ഉള്ള കോളേജുകളിൽ ജോയിൻ ചെയ്യുക. ഇങ്ങനെ AICTI അപ്രൂവലുള്ള കോളേജുകളിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ട കാര്യം. അപ്പോൾ നല്ല കോളേജുകളിൽ മാത്രം ജോയിൻ ചെയ്യുക. ഇനി രണ്ടാമത്തെ കേരളത്തിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ചില സ്ട്രീമിന് ഓവർ എൻറോൾമെന്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇതുപോലത്തെ ചില സ്ട്രീമുകൾക്ക് ഓവറായിട്ട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ചില സ്ട്രീമിന് അണ്ടർ എൻറോൾമെന്റ് ആണ്. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് പോലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. ഇതിന് കുട്ടികൾ പൊതുവെ ഡിമാൻഡ് കാണുന്നില്ല. അപ്പോൾ ഓവർ എൻറോൾമെന്റ് ആയി കഴിഞ്ഞാൽ നമ്പർ ഓഫ് കുട്ടികൾ പഠിച്ചിറങ്ങുന്ന ഒരു ബേസ്ഡ് ഓൺ എ സെയിം സ്ട്രീമിൽ പഠിച്ചിറങ്ങുന്ന നമ്പർ ഓഫ് കുട്ടികളുടെ എണ്ണം കൂടും. അങ്ങനെയാകുമ്പോൾ അത് പഠിച്ചിറങ്ങുന്ന സമയത്ത് ജോബ് മാർക്കറ്റിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കോഴ്സ് മെയിൻലി സെലക്ട് ചെയ്യുക. ഇനി മൂന്നാമത് വരുന്ന സമയത്ത് എഞ്ചിനീയറിംഗിന്റെ കറന്റ് സിറ്റുവേഷനാണ് പറയുന്നത്. അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഉണ്ടല്ലോ, പഠിച്ചിറങ്ങി കഴിഞ്ഞ ആൾക്കാർ, അതിൽ 50% ആൾക്കാർക്ക് മാത്രമേ പ്ലേസ്ഡ് ആവുന്നുള്ളൂ. ബാക്കി 50% ആൾക്കാർക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നില്ല, അൺഎംപ്ലോയിഡ് ആണ്. ഈ 50% ആൾക്കാർ പ്ലേസ്മെന്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും അവർ പഠിച്ച ഫീൽഡിലല്ല ജോലി ചെയ്യുന്നത്. ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ടേം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ, അല്ലെങ്കിൽ ഓട്ടോകാഡ് പോലുള്ള ഈ സോഫ്റ്റ്വെയർസ് കാര്യങ്ങൾ, അക്കൗണ്ടിങ് ഒക്കെ പഠിച്ചും മറ്റുള്ള മേഖലയിലോട്ട് ചേക്കേറുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അതാത് ഫീൽഡിൽ ജോലി കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. ഇതും ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനാണ്. അപ്പോൾ 4 വർഷം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എന്തിനാ? കൊമേഴ്സ് മേഖലയിലോ സെയിൽസിലോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലോ ജോലി ചെയ്യാനല്ലല്ലോ, അല്ലെങ്കിൽ വേറെയുള്ള ആഡ് ഓൺ കോഴ്സുകൾ പഠിക്കാനല്ലല്ലോ. ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ. മറ്റൊരു പോസിറ്റീവ് നോട്ട് എന്താണെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ, ഇപ്പോൾ ഗൂഗിള് അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ആഡ് ഓൺ പ്രോഗ്രാമുകളുണ്ട്. അങ്ങനത്തെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ നല്ല ജോലിയിലോട്ട് കയറുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട്. അതാണ് ഇപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടായിട്ട് പറയാനുള്ളത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ഇപ്പോൾ കറന്റ് സിറ്റുവേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ കേരള. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല കുട്ടികളും
കുട്ടികളും എഞ്ചിനീയറിംഗിലോട്ട് പോകുന്നതിന് പകരം മറ്റുള്ള കോഴ്സുകളിലോട്ട് പോകുന്നുണ്ട്. ആക്ച്വലി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ബെസ്റ്റ് ആണ്, പക്ഷെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം. കാരണം ഒരു 2018 മുമ്പൊക്കെ ആയിട്ട് ഒരു സമയത്ത് എഞ്ചിനീയറിംഗ് ഭയങ്കര ട്രെൻഡിങ് ആയി മാറി കേരളത്തിൽ. ആ സമയത്ത് ഒത്തിരി നമ്മൾ കൂന് മുളച്ചു പൊന്തുന്ന പോലെ ഒത്തിരി എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് കേരളത്തിൽ പൊന്തി വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ സാധാരണ കോളേജുകളിൽ പഠിക്കാതെ നമ്മൾ NIRF റാങ്കിങ് ഉണ്ടെങ്കിൽ ആ റാങ്കിങ്ങിൽ വരുന്ന കോളേജിലോ, അല്ലെങ്കിൽ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് നാക്കിൻ്റെ ഒക്കെ A ഗ്രേഡ് A++ ഗ്രേഡ് ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് എഞ്ചിനീയറിംഗ് പ്ലേസ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ബെസ്റ്റ് ആണ്. അപ്പോൾ ഇതുപോലത്തെ കണ്ടന്റുകളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഫ്റ്റർ പ്ലസ് ടു മലയാളം എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. അപ്പോൾ എൻക്വയറി ഉണ്ട്, നമ്മുടെ വിദഗ്ധ കരിയർ കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.